നമുക്കിന്നൊരു പുതിയ ക്ലാസ്സിലേക്ക് തുടങ്ങാം. സോഷ്യോളജി DHIC സെക്കൻഡ് ഇയറിലെ പേപ്പർ 4 ബിഹേവിയർ സയൻസിൽ സോഷ്യോളജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറൌണ്ട് ഒരു 50 മാർക്കിന്റെ അടുത്ത് നമുക്ക് എക്സാമിന് സോഷ്യോളജിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ വൺ വേർഡ് ആണെങ്കിലും എസ്സേ പോലും സോഷ്യോളജിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമുക്കിന്ന് സോഷ്യോളജി പഠിക്കാൻ. അപ്പോ നമുക്കറിയാലേ സോഷ്യൽ സയൻസ് നമുക്ക് പരിചയമായ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. സോഷ്യൽ സയൻസിലെ തന്നെ നമുക്കറിയാം ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ റീസെന്റ് ആയി ജോയിൻ ചെയ്ത ഒരു ബ്രാഞ്ചാണ് സോഷ്യോളജി. Okay, any branch of academic study of science that deal with the human behavior in its social and cultural aspects. സോഷ്യൽ സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ സോഷ്യലി ആൻഡ് കൾച്ചറൽ ആസ്പെക്റ്റിൽ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സോഷ്യൽ സയൻസ്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, സോഷ്യോളജി ഒക്കെ. സോഷ്യൽ സയൻസ് കോൺട്രിബ്യൂട്ട് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. സോഷ്യൽ സയൻസ് പഠിക്കുന്നതോടെ നമുക്ക് സൊസൈറ്റീനെ കുറിച്ചിട്ടും അതുപോലെ സൊസൈറ്റിയിലെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാൻ സോഷ്യോളജിയും സോഷ്യൽ സയൻസും വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം സോഷ്യോളജിയുടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അടുത്ത സ്ലൈഡില് സോഷ്യോളജിയുടെ ഡെഫിനിഷൻ പല സയന്റിസ്റ്റുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോഷ്യോളജിയുടെ ഡെഫിനിഷൻ, സോഷ്യോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറുന്നു, അവന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അവന്റെ റിലേഷൻസ്, അതിനെ കുറിച്ചിട്ട് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സോഷ്യോളജി. സോഷ്യോളജി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് സൊസൈറ്റസ് ഓർ സോഷ്യസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ലോഗോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സോഷ്യോളജി എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. വേർഡ് സോഷ്യോളജി is derived from the Latin word societas or socius, which means companion or society. Logos, Greek word which means science of study. So we can say that sociology is the science of society. അല്ലെങ്കിൽ സോഷ്യോളജി is the scientific study of society. ഒരു സൊസൈറ്റിയിൽ ഒരു മാൻ എങ്ങനെ ഇടപഴകുന്നു, അവന്റെ നൈബർഹുഡും ഫ്രണ്ട്സും ഫാമിലിയും എങ്ങനെ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് സോഷ്യോളജി എന്ന പഠനശാഖ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സോഷ്യോളജിസ്റ്റ് ആണ് ഓഗസ്റ്റേ കോംറ്റെ. ഓഗസ്റ്റേ കോംറ്റെ ആണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാ പേപ്പർ 4 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഫാദർ ഓഫ് സോഷ്യോളജി. ഫാദർ ഓഫ് സോഷ്യോളജി ഈസ് ഓഗസ്റ്റേ കോംറ്റെ. The term was coined by Auguste Comte in his book Positive Philosophy in 1989. ഫാദർ ഓഫ് സോഷ്യോളജി ഈസ് ഓഗസ്റ്റേ കോംറ്റെ. നമ്മളിപ്പോ പഠിച്ചു സോഷ്യോളജി ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് സൊസൈറ്റസ് ആൻഡ് സോഷ്യൽസ് എന്നും ലോഗസ് ഫ്രം ഗ്രീക്ക്. സോഷ്യോളജി ഈസ് ദ സയൻസ് ഓഫ് സൊസൈറ്റി. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് സോഷ്യോളജിയുടെ പല ഡെഫിനിഷൻസ് കാണാം. പല സോഷ്യോളജിസ്റ്റും സോഷ്യോളജിയെ പല രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് ഒന്നാമത്തെ ഡെഫിനിഷൻ ആണ് സോഷ്യോളജി ഈസ് എ ജനറലി സയൻസ് ഓഫ് സൊസൈറ്റി. സോഷ്യോളജിയെ സയൻസ് ഓഫ് സൊസൈറ്റി എന്ന് വിളിച്ചത് കിങ്സ്ലി ഡേവിസ് ആണ് സോഷ്യോളജിയെ സയൻസ് ഓഫ് സൊസൈറ്റി എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ വേറൊരു ഡെഫിനേഷൻ ആണ് സോഷ്യോളജി ഈസ് ദ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യോളജി ഈസ് ദ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഇമെയിൽ ദുർക്കിമാണ്. നെക്സ്റ്റ് ഡെഫിനേഷൻ ഈസ് സോഷ്യോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്. സോഷ്യോളജിയെ സോഷ്യൽ ലൈഫിന്റെ സയന്റിഫിക് സ്റ്റഡി എന്ന് പറഞ്ഞത് ഒഗ്ബൺ ആൻഡ് നിംകോ. നെക്സ്റ്റ് ഡെഫിനിഷൻ നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി ആയ ഓഗസ്റ്റേ കോംറ്റിന്റെ ഫേമസ് ഡെഫിനിഷൻ ആണ് സോഷ്യോളജി ഇസ് ദ സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിന ഓഫ് നാച്ചുറൽ ആൻഡ് ഇൻവേരിയബിൾ ലോസ് ആൻഡ് ദ ഡിസ്കവറി ഈസ് ദി ഒബ്ജക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ.
ഈ 4 ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. 4ഉം പഠിച്ചാൽ അത്രയും നല്ലതാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഹെൽത്ത് കെയർ ആണ്. നമുക്കറിയാം സോഷ്യോളജി നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് ആണെങ്കിലും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണെങ്കിലും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ്. സ്റ്റഡി ഓഫ് സോഷ്യോളജി ഒരു ഹെൽത്ത് വർക്കറിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. Health worker get informed about socio-cultural life of the people. This is important for planning and implementation of health program. ഒരു ഹെൽത്ത് വർക്കർക്ക് സ്റ്റഡി ഓഫ് സോഷ്യോളജിയിലൂടെ ആ സൊസൈറ്റിയിലെ സോഷ്യൽ കൾച്ചറൽ ലൈഫ് ഓഫ് പീപ്പിൾ മനസ്സിലാക്കുകയും കൂടുതൽ ഹെൽത്ത് പ്രോഗ്രാംസ് അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടുതൽ ഹെൽത്ത് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ആ സൊസൈറ്റിയിലുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻ വഴിയും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വഴിയും ആ സൊസൈറ്റിയിലെ ഫാമിലീസിനെ കുറിച്ചും കമ്മ്യൂണിറ്റീസിനെ കുറിച്ചും ഈ ഹെൽത്ത് വർക്കർക്ക് വളരെയധികം അറിയാനായി സാധിക്കും. Health worker can study the structure of family, community, and society on the basis of which health organization are made and services are distributed. അതുപോലെ തന്നെ സോഷ്യോളജി ആ സൊസൈറ്റിയിലെ ഹെൽത്ത് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനും ഇറാഡിക്കേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോഷ്യോളജി ഹെൽപ്പ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് social problems. Sociology helps the health worker to maintain cordial relationship with the different personnel in the health team. സോഷ്യോളജി ഒരു സോഷ്യോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറെ സംബന്ധിച്ചിടത്തോളം ആ സൊസൈറ്റിയിലെ ഹൃദ്യമായ ബന്ധങ്ങൾ ഫൗണ്ട് ചെയ്യാനും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും സോഷ്യോളജി വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ ആ സൊസൈറ്റിയിലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഫോഴ്സസും പ്രഷേഴ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും സോഷ്യോളജിയിലൂടെ ഒരു ഹെൽത്ത് വർക്കറിന് സാധിക്കും. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഹെൽത്ത് കെയർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ടോപ്പിക് ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി ആണ്. ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് ജനറൽ സോഷ്യോളജി, സോഷ്യൽ സോഷ്യോളജി, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, മെഡിക്കൽ സോഷ്യോളജി, അർബൻ സോഷ്യോളജി ആൻഡ് റൂറൽ സോഷ്യോളജി. ഇത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു വിടാനേ ഉള്ളൂ. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് മെഡിക്കൽ സോഷ്യോളജി ആണ്. മെഡിക്കൽ സോഷ്യോളജി എന്താണ്? മെഡിക്കൽ സോഷ്യോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് തന്നെ മെക്കൻഡർ ആണ്, ചാൾസ് മെക്കൻഡർ. ചാൾസ് മെക്കൻഡർ ഈസ് ദി ഫാദർ, അല്ലെങ്കിൽ ചാൾസ് മെക്കൻഡർ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ മെഡിക്കൽ സോഷ്യോളജി ഇൻ 1894. മെഡിക്കൽ സോഷ്യോളജി എന്ന ബ്രാഞ്ചിൽ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ആണ്. മെഡിക്കൽ സോഷ്യോളജിയുടെ നമ്മൾ ഹെൽത്തും ഹെൽത്ത് ബിഹേവിയറും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും കുറിച്ചിട്ടാണ് നമ്മൾ മെഡിക്കൽ സോഷ്യോളജിയിലൂടെ പഠിക്കുന്നത്. ഓക്കെ, മെഡിക്കൽ സോഷ്യോളജി വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ചാൾസ് മെക്കൻഡർ ഇൻ 1894. Medical sociology is the specialization within the field of sociology. Its main interest is in the study of health, health behavior, and medical institution. Medical sociology study the following. മെഡിക്കൽ സോഷ്യോളജിയിലൂടെ മെഡിക്കൽ സോഷ്യോളജിസ്റ്റ് ഹെൽത്തിന്റെയും ഡിസീസിന്റെയും കോസസും പാറ്റേൺസും പഠിക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പേഴ്സണലിന്റെയും അവരുടെ ക്ലയന്റിന്റെയും ബിഹേവിയർ മനസ്സിലാക്കാൻ മെഡിക്കൽ സോഷ്യോളജിയിലൂടെ സാധിക്കുന്നു. ഹെൽത്ത് ഓർഗനൈസേഷന്റെയും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫങ്ഷൻസ് എന്താണെന്നും നമുക്ക് മെഡിക്കൽ സോഷ്യോളജിയിലൂടെ പഠിക്കാൻ സാധിക്കും. മെഡിക്കൽ സോഷ്യോളജി സ്റ്റഡി ദ ഫോളോയിങ്: സോഷ്യൽ കോസസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, സോഷ്യൽ ബിഹേവിയർ ഓഫ് ഹെൽത്ത് കെയർ പേഴ്സണൽസ് ആൻഡ് ദെയർ ക്ലയൻസ്, സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് അവർ ടോപ്പിക് ഈസ് മെഡിക്കൽ സോഷ്യോളജിയുടെ യൂസസ് ആണ്. യൂസസ് ഓഫ് മെഡിക്കൽ സോഷ്യോളജി. മെഡിക്കൽ സോഷ്യോളജിയുടെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ റിയൽ ഹെൽത്ത് സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ റിയൽ ഹെൽത്ത്
സ്റ്റാറ്റസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതിന്റെ കോസറ്റീവ് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ സൊസൈറ്റിക്കും അവരുടേതായ ട്രഡീഷൻസും കസ്റ്റംസും ബിലീഫ്സും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു അതും നമുക്ക് മെഡിക്കൽ സോഷ്യോളജിയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ടു എസ്റ്റിമേറ്റ് ദ റിയൽ health sets of individual and community, to find out the social factors in the causation of communicable diseases like STI, AIDS, TB, etc. To find out the customs, traditions, beliefs and other cultural pattern which affect the health of a particular society. ഇതൊക്കെയാണ് മെഡിക്കൽ സോഷ്യോളജിയുടെ യൂസസ്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് അറിയാനുള്ള വേറൊരു ബ്രാഞ്ചാണ് ഹോസ്പിറ്റൽ സോഷ്യോളജി. ഈ മെഡിക്കൽ സോഷ്യോളജി പോലെ തന്നെ ഹോസ്പിറ്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ നേഴ്സസ്, ഡോക്ടേഴ്സ്, അതുപോലെ ഹെൽത്ത് കെയർ പേഴ്സണലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഹോസ്പിറ്റൽ സോഷ്യോളജി. ഹോസ്പിറ്റൽ സോഷ്യോളജി സ്റ്റഡീസ് ഓഫ് ഹോസ്പിറ്റൽസ്, പേഷ്യൻസ്, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. നമ്മൾ മെഡിക്കൽ സോഷ്യോളജി എന്താന്ന് പഠിച്ചു, അതിന്റെ യൂസസ് പഠിച്ചു, ഹോസ്പിറ്റൽ സോഷ്യോളജി പഠിച്ചു. നെക്സ്റ്റ് അവർ ടോപ്പിക് ഈസ് സൊസൈറ്റി. സോഷ്യോളജിയിൽ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി, സോഷ്യൽ ഗ്രൂപ്പ്. അതിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യോളജിയിൽ മെയിൻ ഒരു ഫൗണ്ടേഷൻ തന്നെ നമുക്ക് പറയാം സൊസൈറ്റി ആണ്. പ്രൈമറി യൂണിറ്റ് ഓഫ് സോഷ്യോളജി ആണ് സൊസൈറ്റി. പല സോഷ്യോളജിസ്റ്റ് സൊസൈറ്റിക്ക് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മാക്കൈവർ പറഞ്ഞു, സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. മാക്കൈവർ പറഞ്ഞു സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ ഒരു വെബ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആണ് സൊസൈറ്റി എന്ന്. ഗിഡിങ്സ് പറഞ്ഞു സം ഓഫ് ഫോർമൽ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ദി ഇൻഡിവിജ്വൽസ് ആർ അസോസിയേറ്റിംഗ് ടുഗദർ ആൻഡ് ബൗണ്ടഡ് ടുഗദർ. ഗിഡിങ്സ് പറഞ്ഞത് സൊസൈറ്റി ഒരു ഇൻഡിവിജ്വൽസിന്റെ ഫോർമൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ. AW ഗ്രീൻ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ്സിനെയാണ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എ സൊസൈറ്റി ഈസ് ദ ലാർജർ ഗ്രൂപ്പ് ടു വിച്ച് എവരി ഇൻഡിവിജ്വൽ ബിലോങ്സ്. സൊസൈറ്റിയുടെ ഡെഫിനേഷൻസ് ഇപ്പൊ നമ്മൾ 3 ഡെഫിനേഷൻസ് പഠിച്ചു, മാക്കൈവറിന്റെ, ഗിഡിങ്സിന്റെ, AW ഗ്രീനിന്റെ. ഇനി സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി. നമുക്കറിയാം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്ന് നമ്മൾ പഠിച്ചു. വെറുതെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം ഒരു സൊസൈറ്റിയിൽ ഉണ്ടായ പോരാ, അവർ തമ്മിൽ ഒരു അവയർനെസ് വേണം. അവയർനെസ് ഉണ്ടായാലാണ് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുള്ളൂ, അപ്പോഴാണ് ഒരു സൊസൈറ്റി ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് ഈസ് സൊസൈറ്റി ഈസ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാണാനോ അത് ഹാൻഡിൽ ചെയ്യാനോ പറ്റില്ല. നമുക്കത് ഫീൽ ചെയ്യാം, അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റുന്നതാണ് ഈ അബ്സ്ട്രാക്ട്. സൊസൈറ്റി അതുപോലെയാണ് അല്ലെ. നമുക്ക് ഇതാണ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഈസ് സൊസൈറ്റി ഈസ് അബ്സ്ട്രാക്ട്. Society is a network of social relationship which can neither be seen nor be handled. It can only be experienced. അതാണ് abstract എന്ന് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് ഈസ് സൊസൈറ്റി ഈസ് ഇൻടാഞ്ചിബിൾ. സൊസൈറ്റി എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്. നമ്മുടെ ജീവിതം പോലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോലെ ഉള്ള ഒരു പ്രോസസ്സാണ് സൊസൈറ്റി, അല്ലാതെ ഒരു വസ്തു അല്ല. Society, just as life, it is not a thing but a process of living. Therefore, Rauter states that society is not a thing but it's a process of associating. Third point is society consists of people. Without people, there is no society, no social relationship and no life at all. നമ്മൾ നേരത്തെ പറഞ്ഞു സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് അല്ലേ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം പോരാ, അവർ മ്യൂച്വലി അവെയർ ആയിരിക്കണം, അവർ തമ്മിൽ ഇന്ററാക്ഷൻ വരണം. അപ്പോഴാണ് നമുക്കൊരു സൊസൈറ്റി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പോയിട്ട് സൊസൈറ്റി എന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അവർ തമ്മിൽ ഇന്ററാക്ഷൻ വേണം, മ്യൂച്വൽ അവെയർനെസ് വേണം. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഇന്ററാക്ഷൻസ് ആണ്. Interactions, group of people and their interaction with each other forms the society.
Fifth point is mutual awareness. For society and social relationship, mutual awareness is essential. Society comprises of similarities and dissimilarities and likes or dislikes. Both are important in their own way and complement to each other. നമ്മൾ പറഞ്ഞ സൊസൈറ്റിയിൽ പീപ്പിൾ ഉണ്ട്, ഇന്ററാക്ഷൻ ഉണ്ട്, മ്യൂച്വൽ അവയർനെസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെ എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ആണ് ലൈക്സും ഡിസ്ലൈക്സും, അല്ലെങ്കിൽ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. അത് ഒരു സൊസൈറ്റിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ക്യാരക്ടറാണ്. അത് തമ്മിൽ തമ്മിൽ കോംപ്ലിമെന്റ് ആണ്, ഇമ്പോർട്ടന്റും ആണ്. ഓക്കെ, ഇപ്പൊ 6 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. അബ്സ്ട്രാക്ട്, ഇൻടാഞ്ചിബിൾ, കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ, ഇന്ററാക്ഷൻ, മ്യൂച്വൽ അവയർനെസ് ആൻഡ് സൊസൈറ്റി കംപ്രൈസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് സൊസൈറ്റിയിൽ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. സൊസൈറ്റിയിലെ പീപ്പിൾ തമ്മിൽ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഫാമിലി ആലോചിക്കാം. ഫാമിലിയില് ഫാദർ, മദർ, ചിൽഡ്രൻ അവരൊക്കെ മ്യൂച്വലി ഇന്റർ ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലെ. ഫാദർ ആയാലും മദർ ആയാലും കുട്ടികളായാലും തമ്മിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതാണ് ആ ഫാമിലിയുടെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഓക്കെ, ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ സൊസൈറ്റി, ഇറ്റ് ഈസ് ദ ബേസിക് എലമെന്റ്സ് ഇൻ ദ ഒറിജിൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. Example, family based on interdependence of husband, wife and children. Eighth point is system of control. Society has its own way of social control. Human behavior need constant check to keep it with certain limit so that healthy social life is continued. ഓരോ സൊസൈറ്റിക്കും ആ സൊസൈറ്റിയുടേതായ സിസ്റ്റം ഓഫ് കൺട്രോൾ ഉണ്ടായിരിക്കും. ആ സിസ്റ്റം ഓഫ് കൺട്രോൾ ആണ് അവിടുത്തെ പീപ്പിളിന്റെ ഹെൽത്തി ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നത്. സിസ്റ്റം ഓഫ് കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഈച്ച് സൊസൈറ്റി. ഓക്കെ, man is born within certain basic instinct and tendencies which are to be kept under control. So we have evolved various social controls such as law. ഈ ലോവും റെഗുലേഷൻസും അതുപോലെ റൂറലിൽ നോക്കുക വെച്ചാൽ നമ്മുടെ നോംസ്, കസ്റ്റംസ് അതൊക്കെ ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റം ഓഫ് കൺട്രോളിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സൊസൈറ്റിയുടെ ഡെഫിനിഷൻസ് പഠിച്ചു, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ സൊസൈറ്റിയാണ്. നമ്മളിപ്പോ സൊസൈറ്റിയുടെ ഡെഫിനിഷൻസ് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇനി സൊസൈറ്റി തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അർബൻ സൊസൈറ്റിയും റൂറൽ സൊസൈറ്റിയും ഉണ്ട്. ഓക്കെ, അതിന്റെ ഡിഫറൻസ് ആണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അർബൻ സൊസൈറ്റി നമുക്കൊരു സിറ്റി ആയിട്ടോ ടൗൺ ആയിട്ടോ ആലോചിക്കാം. റൂറൽ സൊസൈറ്റിനെ വില്ലേജ് എന്ന കോൺസെപ്റ്റിൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സൈസ് ഓഫ് പോപ്പുലേഷൻ. അർബൻ സൊസൈറ്റിയിലെ സൈസ് ഓഫ് പോപ്പുലേഷൻ ലാർജ് ആണ് അല്ലെ, നമുക്ക് മനസ്സിലാവും. അർബൻ സൊസൈറ്റിയിൽ കൂടുതൽ ആൾക്കാർ തിങ്ങി പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് സൈസ് ഓഫ് പോപ്പുലേഷൻ ലാർജ് ആണ്. പക്ഷെ റൂറൽ സൊസൈറ്റിയിൽ എപ്പോഴും ഒരു ലിമിറ്റബിൾ നമ്പർ ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഫാമിലി. അർബൻ സൊസൈറ്റിയിൽ നമുക്ക് ഒരു ന്യൂക്ലിയർ ഫാമിലിനെയാണ് കാണാൻ സാധിക്കുക. ഇപ്പൊ അർബനില് ഫ്ലാറ്റിലൊക്കെ നമുക്കൊരു ഫാദർ, മദർ, 2 കുട്ടികള് അത്രയല്ലേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ റൂറൽ സൊസൈറ്റിയിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ട്രഡീഷണലി ആയിട്ടുള്ള ജോയിന്റ് ഫാമിലിനെ കാണാൻ പറ്റും. അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാ, ഗ്രാൻഡ് മദർ, അങ്ങനെ ഒരുപാട് ട്രഡീഷണലി ജോയിന്റ് ഫാമിലീസിനെ നമുക്ക് റൂറൽ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കും. തേർഡ് പോയിന്റ് ഈസ് അർബൻ സൊസൈറ്റിയുടെ എൻവയോൺമെന്റ് മിക്കതും ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിരിക്കും. നമുക്ക് കാണും പാർക്കുകള്, അതുപോലെ മരങ്ങളൊക്കെ അവിടെ ആർട്ടിഫിഷ്യലി വെറുതെ എന്താ പറയാ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച കുറെ സാധനങ്ങളാണ് അർബൻ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുക. കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിരിക്കും. പക്ഷേ റൂറൽ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ കൂടുതലും നാച്ചുറൽ ആണ്. അവിടുത്തെ പീപ്പിള് മോർ ക്ലോസ് ടു നാച്ചുറലി ലിവിങ് ചെയ്യുന്ന ആൾക്കാരാണ് റൂറൽ സൊസൈറ്റിയിൽ. ഫോർത്ത് പോയിന്റ്, അർബൻ സൊസൈറ്റിയുടെ occupation is based on industrial activities, trade,
മെഡിക്കൽ, എഞ്ചിനീയറിംഗ്. അർബൻ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും വൈറ്റ് കോളർ ജോബ് ആയിരിക്കും അല്ലെ. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതൊക്കെ കൂടുതൽ ഉണ്ടാവുക അർബൻ സൊസൈറ്റിയിലാണ്. പക്ഷെ നമ്മുടെ റൂറൽ സൊസൈറ്റിയിൽ കൂടുതലും അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രോ ബേസ്ഡ് ജോലികളായിരിക്കും അവർക്ക് ഉണ്ടാവുക. കർഷകര്, പാടത്ത് തൊഴിൽ ചെയ്യുന്നവര്, കാട് മേട് അവിടെയുള്ള ആൾക്കാരാണ് കൂടുതൽ റൂറൽ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സോഷ്യൽ ഇന്ററാക്ഷനും റിലേഷൻഷിപ്പും വെച്ച് നോക്കുകയാണെങ്കിൽ അർബൻ സൊസൈറ്റിയിൽ കൂടുതലും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അവിടെ ആർക്കും ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനോ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കാനോ അവിടെ നേരില്ല. അതുകൊണ്ടാണ് അവിടെ കൂടുതലും ഇൻഡയറക്റ്റും ഫോർമലും ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ റൂറൽ സൊസൈറ്റിയിൽ അവരൊന്നുകൂടി പേഴ്സണൽ ആയിരിക്കും. ഓക്കെ, ഇൻഫോർമൽ ആയിരിക്കും, മോർ കോഡിയൽ ആയിരിക്കും. അവരൊന്നും കൂടി ബോണ്ട്, അവർ തമ്മിൽ കുറച്ചുകൂടി ബോണ്ട് ക്രിയേറ്റഡ് ആയിരിക്കും റൂറൽ സൊസൈറ്റിയിൽ. ഓക്കെ, നമ്മൾ 5 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. സൈസ് ഓഫ് പോപ്പുലേഷനും, ഫാമിലി, എൻവയോൺമെന്റ്, ഒക്യുപ്പേഷൻ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഈ 5 പോയിന്റും എങ്ങനെ റൂറൽ സൊസൈറ്റിയിൽ വരുന്നു, എങ്ങനെ അർബൻ സൊസൈറ്റിയിൽ വരുന്നു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റീനെ കുറിച്ചിട്ടാണ്. സൊസൈറ്റി പഠിച്ച പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ് നമ്മുടെ എക്സാമിന് കമ്മ്യൂണിറ്റി. 5 മാർക്കിനും 2 മാർക്കിനും ഈവൺ എസ്സേ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി is a network of human relationships. It is a major functioning unit of a society. കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സൊസൈറ്റിക്കുള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ്സ് ആണ് ഈ കമ്മ്യൂണിറ്റി. നമുക്ക് അങ്ങനെ പറയാം, കമ്മ്യൂണിറ്റി ആണോ സൊസൈറ്റി ആണോ വലുതെന്ന് വെച്ചാൽ സൊസൈറ്റിയാണ്. കാരണം കുറെ കമ്മ്യൂണിറ്റി ചേരുമ്പോഴാണ് സൊസൈറ്റി ആവുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? കമ്മ്യൂണിറ്റി ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് എ മേജർ ഫങ്ഷനിങ് യൂണിറ്റ് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയുടെ മേജർ ഫങ്ഷനിങ് ഗ്രൂപ്പാണ് എന്ത്? കമ്മ്യൂണിറ്റി. ഓക്ബേൺ ആൻഡ് നിംകോഫ് പറഞ്ഞത് കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ഇൻ എ ലൊക്കാലിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ ആണ് നമുക്കിന്ന് ഈ ഒരു ഡെഫിനിഷൻ കണ്ട് അത് കമ്മ്യൂണിറ്റിയുടെ ആണോ സൊസൈറ്റിയുടെ ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിന് കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷനിൽ എപ്പോഴും ഒരു ഡെഫിനിറ്റ് ഏരിയ അല്ലെങ്കിൽ ലൊക്കാലിറ്റി, ജോഗ്രഫി എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ ഏരിയനെ കുറിച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ഇൻ എ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞത് ഓക്ബേൺ ആൻഡ് നിംകോഫ് ആണ്. കമ്മ്യൂണിറ്റി ഈസ് therefore a concentrated settlement of people in a limited territorial area within which they satisfy many of their daily needs through a system of interdependent relationship. ഞാൻ പറഞ്ഞു, സൊസൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി ഒന്നുകൂടി കുഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പൊ അവര് തമ്മില് ഒരു കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ആണ്. ഡെഫിനിറ്റ് ഏരിയ, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച പോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു അതൊരു ജോഗ്രഫിക് ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ മ്യൂച്വലി അവെയർ ആയിരിക്കും, അവര് കോഓപ്പറേറ്റീവ് ആയിരിക്കും, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ അവർ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർക്ക് കോമൺ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. അവർ കൂടുതലും സ്റ്റേബിൾ ആയിരിക്കും. കമ്മ്യൂണിറ്റി കൂടുതലും സ്റ്റേബിൾ ആയിരിക്കും. കാരണം അവര് ആ ഒരു ഡെഫിനിറ്റ് പ്ലേസിലെ പെർമനന്റ് ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ സൊസൈറ്റി അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു അല്ലെ. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അത് ഹാൻഡിൽ ചെയ്യാനോ കാണാനോ പറ്റില്ല.
നമുക്കത് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ കമ്മ്യൂണിറ്റി കോൺക്രീറ്റ് ആണ്. ആ ഒരു ഡിഫറൻസ് ശ്രദ്ധിക്കുക. സൊസൈറ്റി ഈസ് അബ്സ്ട്രാക്ട്, കമ്മ്യൂണിറ്റി ഈസ് കോൺക്രീറ്റ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേക നെയിം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന പോലെ കമ്മ്യൂണിറ്റിക്ക് ഒരു നെയിം പോയിന്റ് ഔട്ട് ചെയ്തിട്ടിരിക്കും. ഓക്കെ. Characteristics of community. Community is concentrated geographic area. It is composed of people living together. People cooperate to satisfy their basic needs. They are common organization, naturality, stability, permanent life in a definite place. Community is concrete. A particular name points out their identity. ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്ത് നമുക്ക് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്യാം. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എലമെന്റ്സ് ആണ് ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു ഡെഫിനിറ്റ് ഏരിയ ഉണ്ടാവും, പിന്നെ ഒരു കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഉണ്ടാവും, ഒരു വി ഫീലിംഗ് എന്ന ഒരു തോട്ട് അവരിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഒരു പോയിന്റ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണല്ലോ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഒരു ഡെഫിനിറ്റ് ഏരിയ ഉണ്ടാവും, കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഉണ്ടാവും. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആർ ലൊക്കാലിറ്റി, definite geographic area. It is a territorial group of people and community sentiment. Community sentiment എന്ന് പറഞ്ഞാൽ a feeling of belonging together. അതിന് പറയുന്ന പേരാണ് വി ഫീലിംഗ്. കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഒരു എന്താ പറയുക എസെൻഷ്യൽ എലമെന്റ് ആണ് ഈ വി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ 3 എലമെന്റ്സ് ഓഫ് ഫീലിംഗ് ആണ് വി ഫീലിംഗ്, റോൾ ഫീലിംഗ് ആൻഡ് ഡിപ്പെൻഡൻസി ഫീലിംഗ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി പറഞ്ഞു. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ആണ്. ഇപ്പൊ നമ്മൾ സൊസൈറ്റിയും പഠിച്ചു, കമ്മ്യൂണിറ്റിയും പഠിച്ചു അല്ലെ. അപ്പൊ അത് തമ്മിലുള്ള രണ്ടിന്റെയും ഡിഫറൻസ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആണ്, സൊസൈറ്റി ഈസ് അബ്സ്ട്രാക്ട്. Community, it consists of group of people living together in a defined locality. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജീവിക്കുന്നതാണ് കമ്മ്യൂണിറ്റി. പക്ഷേ സൊസൈറ്റി അങ്ങനെയല്ല. സൊസൈറ്റി ഒന്നുകൂടി വൈഡർ ആണ്. കമ്മ്യൂണിറ്റിയെ വെച്ച് നോക്കുമ്പോൾ സൊസൈറ്റി ഒന്നുകൂടി ബിഗ് ആണ്. സൊസൈറ്റി ഈസ് വൈഡർ. ദർ ക്യാൻ ബി മോർ ദാൻ വൺ കമ്മ്യൂണിറ്റി ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ തന്നെ ഒന്നിലേറെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. അതുകൊണ്ടാണ് സൊസൈറ്റി വൈഡർ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ, ബട്ട് സൊസൈറ്റി ഇറ്റ്സ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന ഡെഫിനേഷൻ കാണാൻ ഇറ്റ് ഈസ് സൊസൈറ്റി. ഓക്കെ. ഫോർത്ത് പോയിന്റ് ഈസ് കമ്മ്യൂണിറ്റി ഓൾവേസ് ഡിനോട്ട് ഡെഫിനിറ്റ് ജോഗ്രഫിക് ഏരിയ, ബട്ട് സൊസൈറ്റി a definite geographic area is not essential aspect of society. കമ്മ്യൂണിറ്റിയിൽ ഞാൻ പിന്നെ പറയാണ്, കമ്മ്യൂണിറ്റിയിൽ ഒരു ഡെഫിനിറ്റ് ഏരിയ ഈസ് എസെൻഷ്യൽ, ബട്ട് സൊസൈറ്റിയിൽ ഒരു ഏരിയ വേണമെന്ന് നിർബന്ധമില്ല. അതൊരു എസെൻഷ്യൽ എലമെന്റ് അല്ല. ഓക്കെ. ഫിഫ്ത് പോയിന്റ് ഈസ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഓർ വി ഫീലിംഗ് ഈസ് എസെൻഷ്യൽ എലമെന്റ്, ബട്ട് ഇൻ സൊസൈറ്റി കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഓർ വി ഫീലിംഗ് മേ ഓർ മേ നോട്ട് ബി പ്രസന്റ്. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് വി ഫീലിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്റിമെന്റ്. നമ്മൾ നേരത്തെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ പഠിച്ചു കമ്മ്യൂണിറ്റി സെന്റിമെന്റ്. അത് കമ്മ്യൂണിറ്റിയിലെ ഒരു എസെൻഷ്യലി എലമെന്റ് ആണ്, ബട്ട് സൊസൈറ്റിയിൽ അത് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇല്ല വെച്ചിട്ട് കുഴപ്പമില്ല. ഓക്കെ. സിക്സ്ത് പോയിന്റ് ഈസ് ഇൻഫോർമൽ മീൻസ് ഓഫ് റെഗുലേഷൻ ആർ മോർ ഇമ്പോർട്ടന്റ് ഇൻ കമ്മ്യൂണിറ്റി, ബട്ട് ഇൻ സൊസൈറ്റി society involves both the formal and informal means of regulations. കമ്മ്യൂണിറ്റിയില് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ, അപ്പൊ അവർ തമ്മിൽ ഒരു ഇൻഫോർമൽ റിലേഷൻ ആണ് ഉണ്ടാവുക. ഇൻഫോർമൽ റിലേഷനും ഇൻഫോർമൽ ആയിട്ടുള്ള റെഗുലേഷനും ആണ് അവർക്കിടയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ സൊസൈറ്റിയിൽ അങ്ങനെയല്ല. അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ അവർ ഒന്നുകൂടി ഫോർമൽ റിലേഷനെ മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുപോലെ തന്നെ ഫോർമൽ റെഗുലേഷൻസും നോംസും ആണ് അവിടെ കൂടുതൽ കാണുക. ലാസ്റ്റ് പോയിന്റ് ഈസ്
കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആളുകളായ കാരണം അവർക്ക് മ്യൂച്വലി അവെയർ ആണ്, അവർ ഇന്ററാക്ഷൻസിന്റെ മ്യൂച്വലി അവെയർ ആണ്. അതുപോലെ തന്നെ അവര് ഹോമോജീനസ് ആയ കാരണം അവർക്ക് ലൈക്നെസ് ആണ് കൂടുതൽ. അവർക്ക് ഇഷ്ടങ്ങളാണ്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ അവർക്ക് ഇഷ്ടക്കേടുകൾ കുറവായിരിക്കും. ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഒരാൾക്ക് ഇഷ്ടക്കേടായ സാധനം എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ലൈക്നെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. പക്ഷെ സൊസൈറ്റിയിൽ അങ്ങനെയല്ല. സൊസൈറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും, ലൈക്നെസ്സിനും ഡിസ്ലൈക്സിനും, സിമിലാരിറ്റിക്കും ഡിസിമിലാരിറ്റീസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ് സൊസൈറ്റി കൊടുക്കുന്നത്. ഓക്കെ. നമ്മളിപ്പോ ഇത്ര പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു, എല്ലാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂറൽ പ്രോബ്ലംസ് ഓർ കോസസ് ഓഫ് ഇൽ ഹെൽത്ത് ഇൻ റൂറൽ കമ്മ്യൂണിറ്റി. ഈ റൂറൽ കമ്മ്യൂണിറ്റിയിൽ അവർ ഫേസ് ചെയ്യുന്ന അവരുടെ പ്രോബ്ലംസ്, ആ പ്രോബ്ലംസിന്റെ കാരണങ്ങൾ, അവരുടെ ഹെൽത്തിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. റൂറൽ കമ്മ്യൂണിറ്റി നമുക്കറിയാലോ, റൂറൽ കമ്മ്യൂണിറ്റി പൊതുവെ അർബനേക്കാൾ ചെറുതാണ്, സിമ്പിൾ ആണ്. പക്ഷെ ചെറുതായാൽ പോലും, സിമ്പിൾ ആയാൽ പോലും അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ? ആ പ്രോബ്ലംസ് ഒന്നെങ്കിൽ സോഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, അത് കൂടാതെയുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. ഓക്കെ. റൂറൽ കമ്മ്യൂണിറ്റി ചെറുതാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിന് കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ അവരുടെ പ്രോബ്ലം ആണ് എക്കണോമിക് പ്രോബ്ലം, അല്ലെ? അവര് റൂറൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അവര് പാവങ്ങളാണ്, സാമ്പത്തികമായി കുറവുള്ളവരാണെന്നൊരു ഒരു തോട്ട് നമുക്ക് മനസ്സിൽ വരും. അതിനുള്ള കാരണം എന്താ? അവര് പോപ്പുലേഷൻ കൂടുതലാണ്. പോപ്പുലേഷൻ കൂടിയാൽ നമുക്കറിയാം അവർക്ക് അത്ര ആ പോപ്പുലേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി എല്ലാവർക്കും വേണമെന്നില്ലല്ലോ. അൺഎംപ്ലോയ്മെന്റ് ഒരു റീസൺ ആണ്, പോപ്പുലേഷൻ കൂടുതൽ, ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഒരു റീസൺ ആണ്, അതുപോലെ ജോയിന്റ് ഫാമിലിയുടെ ഡിസിൻറ്റഗ്രേഷൻ ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ പല പല ഫാക്ടേഴ്സും ഇവരെ എക്കണോമിക്കലി വീക്ക് എന്ന പ്രോബ്ലത്തിലേക്ക് നയിക്കും. എക്കണോമിക് പ്രോബ്ലം കമ്പാരിറ്റീവ്ലി റൂറൽ പീപ്പിൾ ആർ പുവർ. Increase in population, disintegration of joint family, unemployment, and other factors have been responsible for poverty and economic problems in rural areas. Okay. പിന്നത്തെ അവരുടെ പ്രോബ്ലംസ് ആണ് അവർക്ക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിന്റെ അഭാവം. നമുക്കറിയാലേ, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല വില്ലേജിലും സ്കൂളുകളില്ല. ഇനിയിപ്പോ സ്കൂളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് മതിയായ ടീച്ചേഴ്സോ അതിനുള്ള ഫെസിലിറ്റീസ്, ഡെസ്ക്, ബെഞ്ച്, പുസ്തകങ്ങൾ, അതിനൊക്കെ കുറവുണ്ടാവും. അപ്പോ അതൊക്കെ ഒരു റൂറൽ വില്ലേജിന്റെ അല്ലെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. അത് അവരെ തന്നെ ഇല്ലിട്രസി, ചൈൽഡ് ലേബർ, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്നിവയിലേക്കൊക്കെ നയിക്കും. ഓക്കെ. lack of education facilities. In India, many villages do not have sufficient schools, teachers, and sufficient working facilities. Lack of education leads to problems of illiteracy, child labor, school dropouts, etc. പിന്നെ റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോബ്ലം ആണ് അവർക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ അവർ ഡൈജസ്റ്റ് ചെയ്യില്ല. അത് കാരണം അവർക്ക് അവരുടേതായ ട്രഡീഷൻസും ബിലീഫ്സും വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഒരു കാര്യം വന്നിട്ട് ഒരാൾ പറയുമ്പോൾ അവർ അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അത് അവരുടെ ഒരു മേജർ പ്രോബ്ലം ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ഗവൺമെന്റ് ഒരു ഡെവലപ്മെന്റൽ പ്രോഗ്രാം അവരുടെ ഇടയിൽ തുടങ്ങാൻ എന്നൊരാശയം മുന്നോട്ട് വെച്ചാൽ പോലും അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന് കാരണം ട്രഡീഷണലിസം ആണ്. റൂറാലിറ്റീസ് ആർ ട്രഡീഷണൽ ആൻഡ് കസ്റ്റം ബൗണ്ട്. ദേ ഡു നോട്ട് ഈസിലി ആക്സെപ്റ്റ് ദ ചേഞ്ച്. ഇറ്റ് വിൽ ലീഡ് ടു അൺആക്സെപ്റ്റൻസ് ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫ് ഗവൺമെന്റ്. ഓക്കെ. നമ്മൾ ഇതില് 3 പോയിന്റ്സ് പഠിച്ചു: എക്കണോമിക് പ്രോബ്ലം, ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് ട്രഡീഷണലിസം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് അഡ്വക്കേറ്റ് സിവിക് കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിൽ
റൂറൽ കമ്മ്യൂണിറ്റിയിൽ സൗകര്യങ്ങൾ കുറച്ചധികം ഇപ്പൊ ഇന്ത്യയിലത്തെ വില്ലേജുകളിലൊക്കെ നോക്കുക വെച്ചാൽ സൗകര്യങ്ങളിൽ വളരെയധികം കുറവായിരിക്കും. പല ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളുടെ അഭാവം അത് അവരിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി. അതൊക്കെ ഒരു ബേസിക് ആവശ്യമല്ല. നമ്മുടെ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതൊന്നും അവരുടെ നീഡ്സിന് ഇല്ല. അപ്പൊ അത് അവരുടേതായ ഒരു റൂറൽ പ്രോബ്ലത്തിലേക്ക് നയിക്കും. ലാക്ക് ഓഫ് അഡ്വക്കേറ്റ് civic amenities. Necessary civic amenities such as medical facilities, electricity, transport, communication, etc. are not available to the satisfaction of people in rural communities. Okay. Next point is social problem. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രഡീഷണലിസം അവരുടെ ഇടയിലുണ്ട് അല്ലെ. അപ്പോ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ ഒക്കെ അവരത് ഇഗ്നോർ ചെയ്യും. പിന്നെ അവരുടെ ഇല്ലിട്രസിയും പോവർട്ടിയും അതൊക്കെ അവരെ നമ്മുടെ സോഷ്യൽ ഈവിൾ പ്രോബ്ലംസിന്റെ വിക്ടിംസ് ആക്കും അവരെ. ഇപ്പൊ നമ്മുടെ ക്രൈംസ്, അതുപോലെ തന്നെ ഡെലിക്വൻസി, അതിന്റെ ഒക്കെ വിക്ടിംസ് ആക്കാൻ ഇവരുടെ ഇഗ്നോറൻസും ഇല്ലിട്രസിയും പോവർട്ടിയും ഒരു കാരണങ്ങളാണ്. Many of them are habituated to smoking, gambling, drinking liquor, etc. Their suspicious outlook made them to doubt and discourage even the good intention of rural development program. ഇവരുടെ ഈ ഇഗ്നോറൻസ് ഒക്കെ അവരെ സോഷ്യൽ പ്രോബ്ലത്തിലേക്ക് നയിക്കും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ഈസ് പോപ്പുലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. Agriculture can no longer provide enough employment for growing population in rural areas. Hence, there is urban migration. നമ്മൾ പറഞ്ഞു റൂറൽ കമ്മ്യൂണിറ്റിയിൽ പോപ്പുലേഷൻ കൂടുന്നത് കാരണം അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ജോലിയായ അഗ്രോ ബേസ്ഡ് ജോലി അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു പരിധി വരെ കഴിഞ്ഞാൽ സാധിക്കില്ല. അപ്പോൾ അവര് അർബൻ മൈഗ്രേഷനിലേക്ക് പോകും. അത് പിന്നെ വേറൊരു പ്രോബ്ലം ഉണ്ടാക്കും. അപ്പൊ പോപ്പുലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് അവരൊരു വേറൊരു സോഷ്യൽ പ്രോബ്ലം ഇൻ റൂറൽ കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ഈസ് ഹെൽത്ത് പ്രോബ്ലം. ഈ പോപ്പുലേഷനും അൺഎംപ്ലോയ്മെന്റും ഒക്കെ മാൽ ന്യൂട്രീഷനിലേക്കും അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇൻഫെക്ഷൻ, ചൈൽഡ് ഡെത്ത്, മെറ്റേണൽ ഡെത്ത്, അതൊക്കെ ഈ റൂറൽ കമ്മ്യൂണിറ്റീസിൽ കോമൺ ആയി കണ്ടുവരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. അതിനൊക്കെ കാരണങ്ങളായ ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സിവിക് അമ്യൂണിറ്റീസിന്റെ കുറവ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിന്റെ കുറവ്, പിന്നെ അവരുടെ ഇല്ലിട്രസിയുടെ കുറവ്, എക്കണോമിക് പ്രോബ്ലംസ്, അതൊക്കെയാണ് അവരുടെ ഇൽ ഹെൽത്തിന് കാരണമായ ഫാക്ടേഴ്സ്. ഓക്കെ. അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സ്ലൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇനി നമുക്ക് റൂറൽ കമ്മ്യൂണിറ്റിയുടെയും അർബൻ കമ്മ്യൂണിറ്റിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നമ്മൾ പറഞ്ഞു റൂറൽ കമ്മ്യൂണിറ്റി നമ്മൾ എന്തിനാ ആലോചിക്കാന്ന് പറഞ്ഞു, ഒരു വില്ലേജ് ലൈഫിനെ ആലോചിച്ചാൽ അവിടെ കൂടുതലും ഒരു ഹോമോജീനിറ്റി കാണാം അല്ലെ. എല്ലാത്തിനും ഒരു ഏകത്വം കാണാം. അവരുടെ തോട്ട്സ്, അതുപോലെ അവരുടെ വർക്ക്, എല്ലാം ഒക്യുപ്പേഷനൊക്കെ ഏകദേശം ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും അവർ. അപ്പൊ സോഷ്യലി ഹോമോജീനിയസ് ആണ് അവര്, റൂറൽ കമ്മ്യൂണിറ്റിയിലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്. അതുപോലെ അവര് പ്രൈമറി റിലേഷന് മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഫ്രണ്ട്സ്, ഫാമിലി, നൈബർഹുഡ്, അതിനൊക്കെ ഡോമിനൻസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് നമുക്ക് റൂറൽ കമ്മ്യൂണിറ്റിയിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫോർമൽ ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് റൂറൽ കമ്മ്യൂണിറ്റിയിൽ. അതുപോലെ തന്നെ അവർ നമ്മൾ പറഞ്ഞു പ്രൈമറി റിലേഷന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കാരണം അവർ ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ നൈബർഹുഡിന്റെയും പിയർ ഗ്രൂപ്പിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് അവരെ റൂറൽ കമ്മ്യൂണിറ്റിയുടെ ലൈഫിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ കമ്മ്യൂണിറ്റിയാണ്. അർബൻ കമ്മ്യൂണിറ്റി
നമ്മള് റൂറൽ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞു സോഷ്യലി അവര് ഹോമോജീനിറ്റി ആണ്. പക്ഷെ അർബൻ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ അവര് സോഷ്യലി ഹെട്രോജീനിറ്റി ആണ്. അവർക്ക് പല പല തോട്ട്സും ഡിഫറെന്റ് തോട്ട്സ്, അതുപോലെ ഡിഫറെന്റ് ഐഡിയാസ്, ഡിഫറെന്റ് ജോലി, അങ്ങനെ പല പലതും അവർക്ക് ഹെട്രോജീനിയസ് ആയിട്ട് ആണ് നമുക്ക് അർബൻ കമ്മ്യൂണിറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അർബണില് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഒരു കുഞ്ഞ സ്ഥലത്ത് തന്നെ തിങ്ങി പാർത്തിട്ടായിരിക്കും അവിടുത്തെ ആളുകളുടെ ജീവിതം. ഇപ്പോൾ കുറച്ച് സ്ഥലത്തുള്ള ഒരു ഫ്ലാറ്റിൽ, ഒരു 5-6 നിലയുള്ള ഫ്ലാറ്റിലടക്കം എത്ര ആൾക്കാരെ താമസിക്കുക, അതാണ് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു അവിടെ ഒക്യുപ്പേഷൻ വൈറ്റ് കോളർ ജോബ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ തിരക്ക് കൂടുതലായിരിക്കും, ബിസി ആയിരിക്കും അവരെപ്പോഴും. ഒന്ന് ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കാനോ കുറെ നേരം സംസാരിക്കാനോ ഒന്നും അവർക്ക് നേരമില്ല. അപ്പൊ അവിടുത്തെ റിലേഷൻഷിപ്പ് ഷോർട്ട് ടൈം ആയിരിക്കും, അതുപോലെ ഇംപേഴ്സണൽ ആയിരിക്കും. അപ്പൊ അതുപോലെ അർബൻ സൊസൈറ്റി അല്ല അർബൻ കമ്മ്യൂണിറ്റിയില് അവരുടെ ഹൈറാർക്കി ക്ലാസ് ബേസ്ഡ് ആയിരിക്കും. അവരുടെ ഇൻകം വരുന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ റോള് ഇൻകത്തിനനുസരിച്ചിട്ടാണ്, ക്ലാസ്സിനനുസരിച്ചിട്ടാണ് അവരുടെ ഹൈറാർക്കി ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ല. റൂറൽ കമ്മ്യൂണിറ്റിയില് കാസ്റ്റ് ബേസ്ഡ് ആണ്. കാസ്റ്റ് ബേസ്ഡ് നമ്മുടെ കാസ്റ്റിനനുസരിച്ചിട്ടാണ് അവരുടെ ഹൈറാർക്കി എങ്കിൽ അർബൻ കമ്മ്യൂണിറ്റിയില് ക്ലാസ് ബേസ്ഡ് ഹൈറാർക്കിയാണ്. അത് നോട്ട് ചെയ്തോളാം. ക്ലാസ് ബേസ്ഡ് സൊസൈറ്റി ഇൻ അർബൻ കമ്മ്യൂണിറ്റി. ഓക്കെ. പിന്നെ ഓക്യുപ്പേഷൻ പറഞ്ഞു, ഓക്യുപ്പേഷൻ റിലേറ്റഡ് വിത്ത് ഇൻഡസ്ട്രി, ട്രേഡ്, ട്രാൻസ്പോർട്ട്, സർവീസ് സെക്ടർ എക്സിട്ര. അതുപോലെ അർബൻ കമ്മ്യൂണിറ്റിയില് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇല്ല, ഫീലിംഗ് ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് അർബൻ കമ്മ്യൂണിറ്റി. തമ്മിൽ സപ്പോർട്ട് ഇല്ല, കാരണം അവർക്ക് നേരില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ കമ്മ്യൂണിറ്റി. നമ്മൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിച്ചു, കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അർബൻ കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, റൂറൽ കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഡിഫറൻസ് പഠിച്ചു. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് റൂറൽ പ്രോബ്ലംസ് പഠിച്ച പോലെ അർബൻ പ്രോബ്ലംസ് നോക്കാം. അർബൻ പ്രോബ്ലംസ് ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അർബൻ പ്രോബ്ലംസ് കുറച്ച് സ്ഥലം ഉള്ള കാരണം അവിടെ സ്ലംസ്, ഈ കുടിലുകള്, ചേരികള്, അതൊക്കെ അവിടെ കൂടുതലാണ്. ഗ്രോത്ത് ഓഫ് സ്ലംസ് ആൻഡ് നമ്പർ ഓഫ് പേയ്മെന്റ് ഡ്വല്ലേഴ്സ്, lack of employment leading to poverty and anti-social activities, delinquency, crime, sex work, etc. Failure in administration, example, waste management. Health problem due to overcrowding and stress of urban living. Pollution, class-based conflict. നമുക്കറിയാം അർബനിലെ ഓവർ ക്രൗഡിങ് ആയ കാരണം ആ പോപ്പുലേഷന്റെ ഗ്രോത്ത് അനുസരിച്ചുള്ള എംപ്ലോയ്മെന്റ് അവിടെ ഇല്ല. അപ്പൊ അത് അൺഎംപ്ലോയ്മെന്റിലേക്ക് ലീഡ് ചെയ്യും, അത് പോവർട്ടിക്ക് ലീഡ് ചെയ്യും, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്ക്ക് ലീഡ് ചെയ്യും. പിന്നെ അതുപോലെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ അഡ്മിനിസ്ട്രേഷൻ അത്ര പക്ക അല്ല. അപ്പൊ ഫെയിലർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായി, നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കാതിരിക്കുക, അതുപോലെ ഓവർ ക്രൗഡിങ് നമുക്ക് പലതരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിലേക്ക് ലീഡ് ചെയ്യും, നമ്മുടെ TB പോലത്തെ. അതുപോലെ നമ്മുടെ ഈ അർബൻ പീപ്പിൾസിലായിരിക്കും കൂടുതൽ എന്താ പറയാ മെന്റൽ പ്രോബ്ലംസ്, മെന്റൽ ഹെൽത്തിന് അവർക്ക് നല്ല പ്രോബ്ലംസ് ഉണ്ടാവും, ഡിപ്രഷൻസ്, അതൊക്കെ ഈ അർബൻ ലൈഫ് ലീഡ് ചെയ്യും. ഓക്കെ. ക്ലാസ് ബേസ്ഡ് സൊസൈറ്റി ആയ കാരണം ആ ക്ലാസ് ബേസ്ഡ് കോൺഫ്ലിക്റ്റ് നമുക്ക് അർബൻ സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ് സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പാണ്. നമ്മൾ സൊസൈറ്റി പഠിച്ചു, കമ്മ്യൂണിറ്റി പഠിച്ചു, സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യോളജിയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോഷ്യൽ ഗ്രൂപ്പിൽ ഒരു 50 മാർക്ക് സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഇയറിലെ എക്സാം പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ. സോഷ്യൽ ഗ്രൂപ്പ് അല്ലെ, സൊസൈറ്റിയിൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കാണാം. ഓക്കെ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു മാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് മാൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ അനിമൽ ആണല്ലോ. അപ്പൊ എങ്ങനെയാ അയാൾ ഒറ്റയ്ക്ക് ജീവിക്കുക? മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. സോ
No man normally lives alone. He is basically a social creature. അപ്പോ ഒന്നോ രണ്ടോ man ആവുമ്പോൾ അതൊരു സോഷ്യൽ ഗ്രൂപ്പായി. അതുകൊണ്ടാണ് സോഷ്യോളജിയിൽ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു ഇന്ററാക്ഷൻ ആണ് എന്നാണ് ഹാരി എം ജോൺസൺ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ദ കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹു ആർ ബോട്ട് ഇൻ ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ. അങ്ങനെയാണ് മാക്കൈവറിന്റെ ഡെഫിനേഷൻ ആണ് സോഷ്യൽ ഗ്രൂപ്പ് കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ് പറയുന്നത്. അവർ തമ്മിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, പുതിയ പുതിയ റിലേഷൻഷിപ്സ് ഉണ്ടാക്കും, അതുപോലെ തന്നെ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഈ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നെക്സ്റ്റ് ഒക്ബേണിന്റെ ഡെഫിനിഷൻ പറയുന്നത് വെൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് കം ടുഗദർ ആൻഡ് ഇൻഫ്ലുവൻസ് വൺ അനദർ ദേ മേ ബി സെഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നിലധികമോ പേര് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും മ്യൂച്വലി അവെയർ ആവാനും സാധിക്കും. നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ ആണ് ഫാമിലി, കിൻ ഗ്രൂപ്പ്, റേഷ്യൽ ഗ്രൂപ്പ്, കാസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചത് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഡെഫിനേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും ഡെഫിനേഷൻസ് പഠിക്കുക. ഓക്കെ, എല്ലാം പഠിക്കാൻ പറ്റിച്ചെങ്കിൽ എല്ലാം പഠിക്കാം. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സോഷ്യൽ ഗ്രൂപ്പ് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്. ആ മെമ്പേഴ്സ് തമ്മിൽ നമ്മുടെ സൊസൈറ്റി പോലെ തന്നെ, സൊസൈറ്റി നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം ഒരു ഗ്രൂപ്പ് ആവില്ല, ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആവില്ല. അവർ തമ്മിൽ ഇന്ററാക്റ്റും മ്യൂച്വൽ അവയർനെസ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സോഷ്യൽ ഗ്രൂപ്പ് ആവുള്ളൂ. ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ, interaction among members. Social interaction is very basis of a group life. Interaction ആണ് ഒരു ഗ്രൂപ്പ് ലൈഫിന്റെ ഫൗണ്ടേഷൻ. Interaction is the foundation of group life. Mutual awareness. Members are aware of one another. We feeling. Tendency on the part of members to identify themselves within the group. ഗ്രൂപ്പ് യൂണിറ്റി ആൻഡ് സോൾജാരിറ്റി. ഒരു ഗ്രൂപ്പിലാവുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ആണല്ലേ, ഇത് നമ്മുടെ ഗ്രൂപ്പാണ്, നമ്മൾ ആ ഗ്രൂപ്പിനോട് ഭയങ്കര ലോയൽ ആയിരിക്കും, അങ്ങനെ ഒരു തോട്ട് വരണം. ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ ടൈഡ് ബൈ എ സെൻസ് ഓഫ് യൂണിറ്റി. ഐക്യദാർഢ്യവും ഉള്ള ആളുകളായിരിക്കും ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. ഓക്കെ, കോമൺ ഇൻട്രസ്റ്റ്. ആ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഇൻട്രസ്റ്റും ഐഡിയാസും കോമൺ ആയിരിക്കും. ഒന്ന് ആലോചിക്കുക, നമ്മളെല്ലാവരും ഓരോ ഗ്രൂപ്പിന്റെ അംഗങ്ങളായിരിക്കുമല്ലേ. എന്തിനിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിലത്തെ ഒരു അംഗമാണ്, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലത്തെ ഒരു അംഗമാണ്, സ്കൂളിൽ പോയ അങ്ങനെ നമ്മൾ തന്നെ ഒരു പല പല ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പിലത്തെ ഓരോരുത്തർക്കും സിമിലർ ബിഹേവിയർ കാണാൻ പറ്റും. നമുക്ക് ഒരു ബിഹേവിയറുള്ള ആൾക്കാരല്ലേ നമ്മൾ ഒരു ഗ്രൂപ്പായി എടുക്കുക. അപ്പോൾ സിമിലർ ബിഹേവിയർ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സിമിലർ ബിഹേവിയർ, മെമ്പേഴ്സ് ഇൻ എ ഗ്രൂപ്പ് ബിഹേവിങ് മോർ ഓർ ലെസ് സിമിലർ. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഗ്രൂപ്പ് നോംസ്. ഓരോ സോഷ്യൽ ഗ്രൂപ്പിനും ആ ഗ്രൂപ്പിൻ്റെതായ നോംസ് ആൻഡ് ബിലീഫ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആ നോംസും ബിലീഫ്സും ഫോളോ ചെയ്യാൻ സപ്പോസ്ഡ് ആണ്. നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ആളാച്ചെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിന്റെ നിയമങ്ങളൊക്കെ പാലിക്കണമല്ലോ. അതാണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ്, ഗ്രൂപ്പ് നോംസ്. Every group has its own rules and norms which the members are supposed to follow. Norms are form of customs, folkway, traditions. Groups are dynamic, not static, subject to change. Old members die and new ones are born. Influence on the personality of the members. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് എടുക്കുക വെച്ചാൽ ആ ഗ്രൂപ്പ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ഒരു ഗ്രൂപ്പ് ഇപ്പൊ ജീവിതകാലം മുഴുവൻ, നമ്മുടെ ജീവിതകാലം അല്ല, ഒരു ഗ്രൂപ്പ് ഒരു ഇത്ര കൊല്ലം അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. കാരണം ഗ്രൂപ്പ് ഡൈനാമിക് ആണ്, ചേഞ്ച് സംഭവിക്കാം. ഇപ്പോ മെമ്പേഴ്സ് മാറാം, അതുപോലെ മെമ്പേഴ്സ് മരിക്കാം, പുതിയ മെമ്പേഴ്സ് വരാം. അങ്ങനെ 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 ഗ്രൂപ്പ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ഗ്രൂപ്പ് ഈസ് ഡൈനാമിക്. അതുപോലെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ തമ്മിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്.
ഓക്കെ, ഇതൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പിനെ കാണാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് അടുത്ത സ്ലൈഡില് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്. ആ സോഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ ഏജ്, സെക്സ്, കാസ്റ്റ്, അവരുടെ ഇന്ററാക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എനി കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഷെയർ കോമൺ ഇൻട്രസ്റ്റ് ഓർ റീസൺ ഫോർ ബീയിങ് ടുഗദർ. Some groups are formed naturally, others are organized for a purpose. സോഷ്യൽ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു പല തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഗ്രൂപ്പ്. ചിലത് നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്സ് ഉണ്ട് സോഷ്യൽ ഗ്രൂപ്പ്സ്. അതുകൂടാതെ നാച്ചുറലി ഫോം ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പ്സും ഉണ്ട്. ഓക്കെ, നമ്മൾ നാച്ചുറലി ഫോം ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പാണ് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ. പക്ഷെ ഒരു പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഫോം ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പാണ് പർപ്പസ് ഓറിയന്റഡ് സോഷ്യൽ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് മേ ബി ലാർജർ നമ്പർ ഓർ ഓൺലി 2 or 3 person. Hence, social groups are classified on the basis of different criteria. Example, on the basis of factors such as racial features, religious beliefs, caste, age, class, occupation, blood relation, etc. ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ 2 ആളുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പാണ്, 10 ആളുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ഇത്ര മെമ്പേഴ്സ് ഒരു ഗ്രൂപ്പിൽ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ അവരൊക്കെ ഫോം ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. അവരുടെ ഇന്ററാക്ഷൻ വെച്ചിട്ട്, ബിലീഫ് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ്, ഏജ് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ വെച്ചാൽ ഏജ് വെച്ചിട്ടല്ലേ. അങ്ങനെ അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാന്ന് നോക്കാം. കുറെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു നമ്മള് പല ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആണ് അല്ലെ. അങ്ങനെ വെച്ച് നോക്കി വെച്ചെങ്കിൽ നമുക്ക് പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്, റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻ ഗ്രൂപ്പ് ഉണ്ട്, ഔട്ട് ഗ്രൂപ്പ് ഉണ്ട്, വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ഗ്രൂപ്പ്, ടെമ്പററി ആൻഡ് പെർമനന്റ് ഗ്രൂപ്പ്, ടെറിട്ടോറിയൽ ആൻഡ് നോൺ ടെറിട്ടോറിയൽ ഗ്രൂപ്പ്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഗ്രൂപ്പ്. ഇതില് പ്രൈമറി, സെക്കൻഡറി, റെഫറൻസ്, ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പാണ് നമുക്ക് മേജറായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ പ്രൈമറി ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നാച്ചുറലി ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. ഓക്കെ, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ ദാൻ പ്രൈമറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഗോൾ ഓറിയന്റഡ് അല്ലെങ്കിൽ പർപ്പസ് ഓറിയന്റഡ് ഗ്രൂപ്പ്. ഓക്കെ, ഈ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് ചാൾസ് ഹാർട്ടൺ കൂലിയാണ്. ചാൾസ് ഹാർട്ടൺ കൂലിയാണ് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് എന്ന ആശയം കൊണ്ടുവന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പിലെ വെരി പോപ്പുലർ. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ചാൾസ് ഹാർട്ടൺ കൂലി introduced the term primary group in his book Social Organization. Group other than those of primary group are called secondary group. This classification is based on the nature and character of social interaction. പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും ഫോം ചെയ്തത് അവരുടെ നേച്ചർ വെച്ചിട്ടും അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ വെച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത്. പ്രൈമറി ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ചാൾസ് ഹാർട്ടൺ കൂലിയാണ്. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് എന്നാണ്. അതിൽ പ്രൈമറി ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രൈമറി ഗ്രൂപ്പ് ആർ ഓൾസോ കോൾഡ് ഫേസ് ടു ഫേസ് ഗ്രൂപ്പ്. Primary group are formed in all societies. Primary group is a nucleus of social organization. It is a small group in which few persons come into direct contact with one another. These persons meet face to face for mutual help, companionship, and discussion of common questions. Primary group is referred as V group. Primary group socialize the individuals. MacIver described
Primary group has the breeding ground of our most and nurses of loyalty. നമുക്കറിയാം പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്തത് നമ്മുടെ ഫാമിലിനെ കുറിച്ച് തിങ്ക് ചെയ്യാം. അപ്പോ ഫാമിലി പറഞ്ഞ കുറച്ച് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് അല്ലേ? ഫാദർ, മദർ, ചിൽഡ്രൻ, അങ്ങനെ ഒരു 4-5 പേരുള്ള ഒരു ഗ്രൂപ്പ്. അവർ തമ്മിൽ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അത് ഒരുവിധം എല്ലാ സൊസൈറ്റിയിലും ഫാമിലി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ ന്യൂക്ലിയസ് ആണ് പ്രൈമറി ഗ്രൂപ്പ്. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഫൗണ്ടേഷൻ ആണ്. സ്മോൾ ഗ്രൂപ്പാണ്. ഫ്യൂ നമ്പർ ഓഫ് പീപ്പിൾ കം ഡയറക്റ്റ് കോണ്ടാക്ട്. എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുക അച്ഛനോടോ അമ്മോടോ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും അല്ലെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. അവർ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അങ്ങനെ കോമൺ ക്വസ്റ്റ്യൻസിലുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പായ ഫാമിലിയിൽ കാണാൻ സാധിക്കും. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പിനെ നമ്മളൊരു വി ഫീലിംഗ് ഉള്ളതിനാൽ നമുക്ക് വി ഗ്രൂപ്പ് എന്ന് റെഫർ ചെയ്യാം. ഫാമിലി അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പാണ് നമ്മളെ ഒരു ഇൻഡിവിജ്വലിനെ സോഷ്യലൈസ് ചെയ്യുന്നത്. ഒരു ബയോളജിക്കൽ അനിമലായ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സോഷ്യൽ അനിമൽ ആകുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സോഷ്യലൈസേഷൻ. അതിന് ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ്. ഓക്കെ, മേക്കൈവർ പറഞ്ഞു നമ്മുടെ മോഴ്സും വാല്യൂസും ഒക്കെ ബ്രീഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ് എന്നാണ്. പ്രൈമറി ഗ്രൂപ്പിന്റെ എക്സാമ്പിൾസ് നമ്മുടെ ഫാമിലി, നെക്സ്റ്റ് അവരുടെ പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഓക്കെ അങ്ങനെ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കാം. സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ഡെഫിനീഷൻസ് പഠിച്ചു. സോഷ്യോളജിയുടെ ഡെഫിനീഷൻസ് പഠിച്ചു. ഫാദർ ഓഫ് സോഷ്യോളജി ഓഗസ്റ്റെ കോംറ്റെ എന്ന് പഠിച്ചു. സോഷ്യോളജിയുടെ ഡെഫിനീഷൻസ് പല സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായാലും അഗസ്റ്റെ കോംറ്റെയുടെ ഡെഫിനേഷൻ പഠിച്ചിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഹെൽത്ത് കെയർ പഠിച്ചു. ഒരു ഹെൽത്ത് വർക്കർ എന്ന നിലയിൽ സോഷ്യോളജി പഠിച്ചിരിക്കേണ്ടതിന്റെ ആവശ്യകത, അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. അതുപോലെ ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജിയിൽ മെഡിക്കൽ സോഷ്യോളജി പഠിച്ചു, ഹോസ്പിറ്റൽ സോഷ്യോളജി പഠിച്ചു. മെഡിക്കൽ സോഷ്യോളജി എന്ന ടേം കൊണ്ടുവന്നത് മെക്കൻഡർ ആണ് പഠിച്ചു. യൂസസ് ഓഫ് മെഡിക്കൽ സോഷ്യോളജി പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് സൊസൈറ്റി വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അർബൻ സൊസൈറ്റിയും റൂറൽ സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. കമ്മ്യൂണിറ്റി എന്താന്ന് പഠിച്ചു. കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി പഠിച്ചു. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി പഠിച്ചു. ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന റൂറൽ പ്രോബ്ലംസിന്റെ കോസസ് പഠിച്ചു. അർബൻ പ്രോബ്ലംസ് പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ കമ്മ്യൂണിറ്റി. അതുപോലെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പഠിച്ചു. സോഷ്യൽ ഗ്രൂപ്പിലെ പ്രൈമറി ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇനി നമുക്ക് ഇതില് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് 1 വേർഡും അതുപോലെ 2 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫാദർ ഓഫ് മെഡിക്കൽ സോഷ്യോളജി. ഓപ്ഷൻ എ ഓഗസ്റ്റെ കോംറ്റെ, ഓപ്ഷൻ ബി ഇമെയിൽ ദുർക്കിം, ഓപ്ഷൻ സി മെക്കൻഡർ, ഓപ്ഷൻ ഡി ഒഗ്ബർ. ഓപ്ഷൻ സി മെക്കൻഡർ ആണ് ഫാദർ ഓഫ് മെഡിക്കൽ സോഷ്യോളജിയുടെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദ സയൻസ് ഓഫ് സൊസൈറ്റി. സോ സൈക്കോളജി, ആന്ത്രോപോളജി, സോഷ്യോളജി, എക്കണോമിക്സ്. ആൻസർ സി ആണ്, സോഷ്യോളജി ആണ് സയൻസ് ഓഫ് സൊസൈറ്റി. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഡാഷ് ഈസ് ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ സൊസൈറ്റി. ഓപ്ഷൻ എ സോഷ്യൽ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി, ഓപ്ഷൻ സി ഫാമിലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. Option C, family is the basic unit of all societies. Okay. Fourth question is unit of study of sociology. Option A, individual, B, group, C, family, D, interpersonal communication. Answer B. Option B ആണ് ആൻസർ. Group is the unit of study of sociology. Okay. Fifth question is who coined the term sociology?
ഓപ്ഷൻ എ അഗുസ്റ്റെ കോംറ്റെ, ഓപ്ഷൻ ബി ഇമെയിൽ ദുർക്കിം, ഓപ്ഷൻ സി ഗിഡിങ്സ്, ഓപ്ഷൻ ഡി റൗട്ടർ. ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റെ കോംറ്റെ ആണ് സോഷ്യോളജി എന്ന ടേം കോയിൻ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം പ്രൈമറി ഗ്രൂപ്പ്? ഓപ്ഷൻ എ ചാൾസ് ഹാർട്ടൺ കൂലി, ഓപ്ഷൻ ബി മാക് ഐവർ, ഓപ്ഷൻ സി ഓഗസ്റ്റെ കോംറ്റെ, ഓപ്ഷൻ ഡി ഒഗ്ബോൺ. ഓപ്ഷൻ എ ചാൾസ് ഹാർട്ടൺ കൂലി ഇൻട്രൊഡ്യൂസ് ദ ടേം പ്രൈമറി ഗ്രൂപ്പ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ, ഡാഷ് ഗ്രൂപ്പ് ഈസ് റെഫേർഡ് ആസ് വി ഗ്രൂപ്പ്? ഡാഷ് ഗ്രൂപ്പ് ഈസ് റെഫേർഡ് ആസ് വി ഗ്രൂപ്പ്. ഓപ്ഷൻ എ ഫോർമൽ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഇൻഫോർമൽ ഗ്രൂപ്പ്, ഓപ്ഷൻ സി പ്രൈമറി ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി സെക്കൻഡറി ഗ്രൂപ്പ്. ഓപ്ഷൻ സി പ്രൈമറി ഗ്രൂപ്പ് ഈസ് റെഫേർഡ് ആസ് വി ഗ്രൂപ്പ്. സി ആണ് ആൻസർ. എയ്ത്ത് ക്വസ്റ്റ്യൻ, all are examples of primary group except. Option A family, option B peer group, option C school, option D neighborhood. ഓപ്ഷൻ സി സ്കൂൾ ആണ് ആൻസർ. ഇപ്പൊ 8 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി 2 മാർക്കും 5 മാർക്കും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞതാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന്. അതെന്തായാലും പഠിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി, വാട്ട് ഈസ് സൊസൈറ്റി, വാട്ട് ഈസ് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, കമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെന്റ് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, വാട്ട് ആർ റൂറൽ പ്രോബ്ലംസ് ആൻഡ് കോസസ് ഓഫ് ഇൽ ഹെൽത്ത് ഇൻ റൂറൽ കമ്മ്യൂണിറ്റി, സോഷ്യൽ ഗ്രൂപ്പ്സ്, വാട്ട് ആർ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ പല തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എന്തായാലും പഠിക്കുക. നോട്ട്സ് ഒക്കെ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.